Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. അമരമ്പലത്ത് സ്ഥിരതാമസമാക്കി കരടി. അമരമ്പലം പഞ്ചായത്തിൽ കരടിയുടെ സാന്നിധ്യം ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുഞ്ചയിൽ 2 ക്ഷേത്രങ്ങളിലാണ് കരടി കയറിയത്. പുഞ്ചക്കൊടമുക്ക് ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കരടി കയറി വാതിൽ പൊളിക്കുകയും എണ്ണ, നെയ്യ് തുടങ്ങിയവ കരടി ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പുലർച്ചെ വിളക്ക് വെക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് കരടി ക്ഷേത്രത്തിൽ കയറിയത് അറിയാൻ സാധിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയാണ് കരടി വന്നത്. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ വന്നു. അന്ന് ഭയങ്കര നാശങ്ങൾ വരുത്തിയിരുന്നു. ഒരു കപ്പ എണ്ണ, അതുപോലെ നിലവിളക്ക്, അതുപോലെ വാതിൽ, നല്ല വാതിൽ എന്നൊക്കെ ചവിട്ടി തുറന്നു, പൊളിച്ചു, വീടിനുള്ളിൽ കടന്നു. വീടിന് കുറേ നഷ്ടം വരുത്തി. അപ്പം അന്ന് ഒരാഴ്ച കൂട് വെച്ചിരുന്നു. പക്ഷേ ആ കൂട്ടിൽ കയറാത്തതുകൊണ്ട് പിന്നെ അവർ ഫോറസ്റ്റ് കൂട് തിരിച്ചു കൊണ്ടുപോയി. പൊട്ടിക്കല്ലിൽ കൊമ്പങ്കല്ല് വെച്ചു. അവിടുന്ന് കരടി കുടുങ്ങി. അവർ ഇവിടെ നെടുങ്കായി അവിടെ വിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ കരടിയാവുന്ന സംശയമുണ്ട്. ഇനി വേറെ ഒന്നും അറിയില്ല. ഏതായാലും ഇന്നലെ മിഞ്ഞാന്ന് ടി കെ കോളനി വന്നു. അവിടെ കുറേ നഷ്ടങ്ങൾ പറ്റി. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇന്നലെ ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ഭീതിയിലും ആശങ്കയിലാണ്. ഇതിന് തക്കതായ ഒരു പ്രതിവിധി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം. ഇത് ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ പിടിച്ചിട്ട് കൊണ്ടുവിടല്ലേ വേണ്ടത്. വല്ല കാഴ്ച ബംഗ്ലാവിലോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കുക ചെയ്യണം. അല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാ മൃഗങ്ങളും കൊണ്ടും ശല്യമാണ്. പിന്നെ ഇത് ഒരു അമ്പലമൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഭയങ്കര ശല്യമാണ്. അപ്പം അതിന് തക്കതായ ഒരു നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇനി രാത്രിയിൽ തന്നെ മംഗലത്ത് ജാനകി എന്നിവരുടെ കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി വാതിൽ തള്ളി തുറന്ന് എണ്ണയും മറ്റും ഭക്ഷിച്ചു. 2ാം തവണയാണ് കരടി ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ക്ഷേത്രത്തിനോട് അടുത്തുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലും കരടി കയറി. വീടിനകത്തുള്ള ഗ്യാസ് അടുപ്പ്, പാത്രങ്ങൾ തുടങ്ങിയവ കരടി നശിപ്പിച്ചിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള പൂജാമുറിയിലും കരടി കയറി വിളക്ക്, എണ്ണ എന്നിവയെല്ലാം ഭക്ഷിച്ചു. അമ്പലങ്ങളിലേക്ക് എത്തി എണ്ണ ഭക്ഷിച്ചു മടങ്ങുന്നു എന്ന് മാത്രമല്ല വീടുകളിലേക്കും എത്തുകയാണ്. ഈസ്റ്റ് ലൈവ്, പൂക്കോട്ടുംപാടം.